ഹലോ സുഹൃത്തുക്കളെ, മൈ നെയിം ഇസ് ജോ ജോൺസൺ സി. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ടൊക്കെ. എന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് മനസ്സ് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് തളരുന്ന ഓരോ സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ അതിൽ നിന്നെല്ലാം നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. നമ്മളിൽ പലരും പല കാര്യങ്ങളും ചെയ്യണമെന്നും പല ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അടുത്ത ഒരാഴ്ച അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വർഷം നമുക്ക് ഇന്നൊരു കാര്യം നമുക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പലതും പ്ലാനുകൾ ചെയ്യുന്നു. നമ്മൾ ചിലവരാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പൈസ അല്ലെങ്കിൽ കുറച്ച് വരുമാനത്തിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ മാറ്റി വെച്ച് ഇന്ന് ലക്ഷ്യം വെച്ച് നമുക്കത് നേടണം, അല്ലെങ്കിൽ നമുക്കത് വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് തുടങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് നമുക്ക് നമ്മുടെ അതിശയമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ മറ്റുള്ളവരുടെ ഭാഗ്യമായ ഇടപെടലുകൾ കൊണ്ട് എന്തിനാണ് അത് ചെയ്യുന്നത്, നിനക്ക് ഇതല്ലേ നല്ലത്, നിനക്ക് അതല്ലേ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞ് പുറമെന്നുള്ള ഇടപെടലുകൾ കൊണ്ട് നമുക്ക് ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമുക്കത് സാധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു സാഹചര്യം വിനിയും വരുമ്പോൾ നമ്മൾ അപ്പോഴും ചിന്തിക്കും, ഓരോന്ന് കാര്യമില്ല, അന്നത്തെ ഒരു അനുഭവം അല്ലെങ്കിൽ അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് ചിന്തിച്ച് നമ്മൾ പതുക്കെ അതിന് പിന്തിരിയാണ് ചെയ്യേണ്ടത്. പുറമെ നമ്മൾ അതല്ലാതെ നമ്മൾ എന്താ പറയുക, ഭാഗ്യ ഇടപെടലുകൾക്ക് നമ്മൾ ഉൾപ്പെടാതെ അല്ലെങ്കിൽ അതിൽ ആ ഒരു സ്വാധീന വലയത്തിൽ നമ്മൾ മാറി നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, ഓക്കെ നമ്മൾ ലക്ഷ്യം കറക്റ്റാണ്, ഷാർപ്പാണ്, നമുക്കിതിന് സാധിക്കണം, നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നതുകൊണ്ട് നമ്മൾ ഉറച്ച തീരുമാനമെടുത്ത് ആ ലക്ഷ്യം നമ്മൾ സക്സസ്ഫുൾ ആക്കുകയാണെങ്കിൽ, അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും വലിയ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഇത് വലിയൊരു എന്താ പറയുക, നമ്മൾ വലിയൊരു പഠനശാഖയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണിത്. അപ്പൊ നമ്മൾ എന്തു കാര്യത്തിനും അമിതമായ ഒരു കാര്യങ്ങൾ വയ്ക്കണം. നമ്മൾ പറയും അധികമായ അമൃതും വിഷം എന്നൊക്കെ പലതും പറയും. പക്ഷെ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകണം. നമ്മളൊരു കാര്യത്തിന് അധികമായി നമ്മളതിനെ ഒരു ആഗ്രഹിക്കുകയാണ്, ലക്ഷ്യം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായും സാധിക്കും. നമ്മളൊരു തളർന്നു പോകേണ്ട ആവശ്യമില്ല. തളർച്ചകളെ നമ്മൾ ഉയർച്ചയാക്കി മാറ്റുന്നതായിട്ട് നമ്മൾ പഠിക്കണം. അതാണ് എൻ്റെ പരമായി എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. അതിനായി നല്ല പരിശ്രമിക്കണം, ഇതിനും ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായി പണിയെടുത്തു കഴിഞ്ഞാൽ നന്നായി ജീവിക്കാം എന്നാണ് പുതുമക്കാരും പറയുന്നത്. അത് വ്യക്തമായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമുക്ക് നല്ലൊരു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഈ സൈനിങ് ഓഫ് മീ ജോ ജോൺസൺ സി.